ചില ജന്മങ്ങളുണ്ട്, എന്ത് ഏത് എന്നറിയാതെ എന്ത് തന്നെ കണ്ടാലും കേട്ടാലും അതിനെതിരെ സത്യം എന്തെന്നറിയാതെ വിമർശിക്കും. എല്ലാത്തിനെയും സംശയത്തോടെ മാത്രമേ കാണുകയുള്ളൂ. സത്യത്തെ തിരിച്ചറിയാനോ സത്യത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാനോ ഇവർക്ക് താല്പര്യമില്ല. സ്വയം ബുദ്ധിമാന്മാർ എന്ന് നടിക്കുന്ന ഇവരുടെ ജന്മം തന്നെ പാഴ്ജന്മമാണ്. ഒരിക്കലും എവിടെയും കരപറ്റാതെ മറ്റുള്ളവരുടെ ജീവിതം തന്നെ നരകമാക്കി തീർക്കുന്ന ഇത്തരം മർക്കട ജന്മങ്ങൾ നമുക്കിടയിൽ തന്നെ കാണാം. വിമർശനവും സംശയങ്ങളും നമ്മുടെ ഏവരുടെയും മനസ്സിൽ ഉടലെടുക്കും. എന്നാൽ അത് അപ്പോൾ തന്നെ ദൂരീകരിക്കുകയും സത്യത്തെ തിരിച്ചറിയുകയും ചെയ്യണം. അല്ലാതെ മനസ്സിൽ തോന്നുന്നത് എല്ലാം വിളിച്ചു പറയുമ്പോൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തെ തന്നെയാണ് ബാധിക്കുന്നത് എന്നോർക്കണം. എന്തുകൊണ്ടാണ് ഇത്തരം അമിതമായ ദുഷിച്ച ചിന്തകൾ ഉടലെടുക്കുന്നത്? ഉത്തരം ഒന്നേ ഉള്ളൂ. മനസ്സിൽ സത്യധർമ്മങ്ങൾക്കോ ഈശ്വര ചിന്തകൾക്കോ സ്ഥാനമില്ല. മനസ്സിൽ ഈശ്വരൻ ഉണ്ടെങ്കിൽ അവർ സത്യത്തെ ഉടനെ തന്നെ തിരിച്ചറിയും. അസത്യവാദികളായ ഈശ്വരനിന്ദയിൽ ജീവിക്കുന്ന ഇവരെ കൊണ്ട് എത്ര പേരുടെ ജീവിതമാണ് ദുഃഖത്തിൽ അകപ്പെടുന്നത്. മറ്റുള്ളവരുടെ ജീവിതം കൊണ്ട് കളിക്കുന്ന ഇത്തരം ജന്മങ്ങൾ എല്ലാം തന്നെ നരക ജീവിതം നയിച്ചുകൊണ്ട് ജന്മം പൂർത്തീകരിച്ചുകൊണ്ട് വീണ്ടും ദുരിതങ്ങൾ മാത്രം നിറഞ്ഞ ജന്മമെടുക്കുന്നു. നാം ജീവിക്കേണ്ടത് ഈശ്വരചിന്തകളോടെയാണ്. സത്യവും ധർമ്മവും മുറുകെ പിടിക്കാതെ ജീവിതം നയിക്കുന്നവർക്ക് സമ്പാദ്യം ദുരിതങ്ങൾ മാത്രം. ശാന്തിയും സമാധാനവും അനുഭവിക്കണമെങ്കിൽ ഈശ്വര പാതയിലൂടെ തന്നെ സഞ്ചരിച്ചേ മതിയാകൂ. എല്ലാവരെയും ഈശ്വരൻ സത്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ധർമ്മത്തിൻ്റെ പാതയിലൂടെ ജീവിതം നയിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.